സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയ സാഗർ എന്ന് പറഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റിൻ്റെ പേരാണ്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി കാറ്റഗറിയിലുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിനാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അത്യാവശ്യം നല്ല സാലറി, ഒട്ടനവധി അലവൻസ് ഒക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള A to Z കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഡയറക്ഷൻ തരുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, GOCL എജുലാൻഡ്, നിങ്ങൾ സന്ദർശിക്കുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. നമ്മുടെ ടെലഗ്രാം, അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനൽ, നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഏറ്റവും താഴെ ഫോളോവേഴ്സ് എന്നുള്ളതിൻ്റെ ഇതിൽ ജസ്റ്റ് ഓരോന്നിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അതിൽ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ നമ്മൾ ഈ PYQs കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇടാൻ വേണ്ടി ചെയ്തതാണ്. സമയപരിമിതി കൊണ്ടാണ്. ഇപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, എങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാം. ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയ സാഗർ. ഓക്കെ, ഇത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് കൂടെ കാണാം. 27/1/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വേരിയസ് നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1-2 ഫെബ്രുവരി 1 ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓൺലൈൻ അപേക്ഷ ക്ലോസ് ചെയ്യുന്നത് March 2 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, March 2 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, നമ്മളത് പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കണം. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ അയച്ചു കൊടുക്കണം, പോസ്റ്റിലായിട്ട് അയച്ചു കൊടുക്കണം. അതിൻ്റെ അഡ്രസ്സ് എല്ലാം ഞാൻ കാണിക്കട്ടെ വീഡിയോയിൽ. അതിൻ്റെ അവസാന തീയതി March 10 വരെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അത് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അത് ഏത് അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വേക്കൻസി നമുക്ക് ആദ്യം നോക്കാം. സെക്ഷൻ ഓഫീസർ വിളിച്ചിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി 6 പ്രൈവറ്റ് സെക്രട്ടറി ഒരു വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ആ ഒരു വേക്കൻസി നമുക്ക് ജനറൽ ഉണ്ട്. ജനറൽ ഉണ്ടായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സെക്യൂരിറ്റി ഓഫീസറും ഒരു വേക്കൻസി ജനറൽ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് അസിസ്റ്റൻറ്റ് 13 വേക്കൻസി ടോട്ടൽ വിളിച്ചിട്ടുണ്ട്. പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസി ഉണ്ട്. ആ ഒരു വേക്കൻസി ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഉണ്ട്, 3 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ 2 വേക്കൻസി നമുക്ക് ജനറൽ ഉണ്ട്. പിന്നെ ഒരു വേക്കൻസി OBC ബാക്ക്ലോഗ് വേക്കൻസിയാണ്. OBC കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ദെൻ സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസി, അതും ജനറൽ ഉണ്ട്, ആർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സെക്യൂരിറ്റി ഇൻസ്പെക്ടർ ഉണ്ട്, ഇതിൽ 3 വേക്കൻസിയാണ് ടോട്ടൽ. ഇതിൽ 3 ജനറൽ വേക്കൻസിയാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 5 വേക്കൻസിയാണ്. ഈ 5 വേക്കൻസിയിൽ 3 വേക്കൻസി ജനറൽ വേക്കൻസി ഉണ്ട്. പിന്നെ 1 നമുക്ക് SCക്കും പിന്നെ 1 OBCക്കും റിസർവ്ഡ് വേക്കൻസിയാണ്. ഇനി അപ്പർ ഡിവിഷൻ ക്ലർക്ക് ടോട്ടൽ 16 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് 15 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക് 68 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഹിന്ദി ടൈപ്പിസ്റ്റ് 1 വേക്കൻസി. ഡ്രൈവർ 3 വേക്കൻസി. അതുപോലെ കുക്ക് 1 വേക്കൻസി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 8 വേക്കൻസി. ലബോറട്ടറി അറ്റൻഡൻറ്റ് 38 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ലൈബ്രറി അറ്റൻഡൻറ്റ് 8 വേക്കൻസി. അങ്ങനെ 192 വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ജനറൽ വേക്കൻസിയിൽ എല്ലാ വേക്കൻസിയും ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് വേക്കൻസിയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ PWDക്ക് സ്യൂട്ടബിൾ ആയ വേക്കൻസിയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്, ഏജ് ലിമിറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നിൻ്റെ ഏജ് ലിമിറ്റും ഒക്കെ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ കാറ്റഗറി ഓഫ് പോസ്റ്റ് ഇവിടെ ഗ്രൂപ്പ് ഓഫ് ഏതാണ്, B ആണോ C ആണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ സ്കെയിലിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം ഇതിൽ ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഇങ്ങോട്ട് വരാം, ജസ്റ്റ് ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് വരാം. ഓക്കെ, ഇനി ഇവിടെ കാണാൻ ലൈബ്രറി അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 32 കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ SC/ST OBC കാൻഡിഡേറ്റ്സ് PWD കാൻഡിഡേറ്റ്സിനൊക്കെ നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം, PWD ആണെങ്കിൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ലൈബ്രറി അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ജസ്റ്റ് +2 അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലൈബ്രറി സയൻസിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതോടൊപ്പം 1 ഇയർ എക്സ്പീരിയൻസും ഇതിലേക്ക് വേണം. പ്ലസ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ലൈബ്രറി അറ്റൻഡൻറ്റ് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ലബോറട്ടറി അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 32 ഏജ് ലിമിറ്റ്.
ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കുക, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ ഇതിലേക്ക്. ഓക്കെ, +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ +2 സയൻസ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ ലബോറട്ടറി അറ്റൻഡിലേക്ക് അപ്ലൈ ചെയ്യാൻ. അത് നിങ്ങൾ ബയോസയൻസ് എന്നോ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് എന്നൊന്നും പറയില്ല. ജസ്റ്റ് +2 നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ എന്ത് വേണം അവർക്ക് ഇത് വേണം. ഓക്കെ, സ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വേണം. ലബോറട്ടറി ടെക്നോളജിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം അവർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ 10ാം ക്ലാസ്സിൽ നമ്മൾ സയൻസ് പഠിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്യാത്തത്. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ SSLC പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന ലബോറട്ടറി ടെക്നോളജി പ്രോഗ്രാമിലുള്ള സർട്ടിഫിക്കറ്റ്, സ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ +2 സയൻസ് മാത്രം പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന്. ഇനി അടുത്ത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതിയിട്ട് യോഗ്യത, വെറും SSLC ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ITI കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇനി കുക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ് വേണം. പ്ലസ് അതോടൊപ്പം തന്നെ ITI ഈ പറയുന്ന ബേക്കറി ആൻഡ് കൺഫെക്ഷണറിയിലുള്ള ആ ഒരു ITI സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മിനിമം 1 ഇയർ ഡ്യൂറേഷനുള്ള പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് വേണം കുക്കിങ്ങിലും കാറ്ററിങ്ങിലും ഒക്കെ ഉള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബേക്കറി അല്ലെങ്കിൽ കൺഫെക്ഷണറി ഈ പറയുന്ന ട്രേഡിൽ നിങ്ങൾക്ക് ITI നിങ്ങൾ പഠിച്ചിരിക്കണം. 10ാം ക്ലാസ് വേണം, 3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം, കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസോ അതല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ഹെവി ഇതിലേതെങ്കിലും ഒന്ന് മതി. പ്ലസ് മോട്ടോർ മെക്കാനിക്സത്തെക്കുറിച്ച് ബേസിക് ആയുള്ള ചെറിയ മൈനർ ഡിഫക്റ്റ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നമ്മൾ എന്തെങ്കിലും ITI പഠിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് നമുക്കൊരു ഡ്രൈവറിനെ അറിയാലോ, ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു 5 വർഷത്തെ ഡ്രൈവിങ്ങിലുള്ള എക്സ്പീരിയൻസും വേണം. അങ്ങനെയുള്ളവർക്ക് ഈ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്ലസ് നിങ്ങൾക്ക് ഹിന്ദിയിൽ നിങ്ങൾക്ക് 30 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് 35 വേർഡ് പെർ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. ഇനി ഹിന്ദിയിലാണെങ്കിൽ അത് 30 വേർഡ് മതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി, ഹിന്ദിയോ ഇംഗ്ലീഷോ മതി. പിന്നെ അതിൻ്റെ കീ ഡിപ്രഷൻ പ്രോ അവരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ലെവലിൽ നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് LDCയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഡിഗ്രി മതി. ഓക്കെ, വേറെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റോ അങ്ങനെ എക്സ്പീരിയൻസോ അതൊന്നും ഇതിന് വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്ക്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് LDCയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. ലബോറട്ടറി അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്. അപ്പോൾ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എനി വൺ സബ്ജക്റ്റാണ് ഇവിടെ പറയുന്നത്. ഒന്നെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ജിയോളജി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. വിത്ത് മിനിമം 2 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് ഈ പറയുന്ന നമുക്ക് വർക്കിംഗ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പീരിയൻസ് ഓഫ് സൊഫിസ്റ്റിക്കേറ്റഡ് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ലബോറട്ടറി എന്നാണ് പറയുന്നത്. അപ്പോൾ ലബോറട്ടറിയിൽ നമ്മൾ മോഡേൺ ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പർ ഡിവിഷൻ ക്ലർക്കിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും പരിഗണിക്കും കേട്ടോ. 200 crores ടേൺ ഓവറൊക്കെ ഉള്ളതായിരിക്കണം അറ്റ്ലീസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി അതല്ല ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇവിടുന്നൊക്കെയുള്ള എക്സ്പീരിയൻസും പരിഗണിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇംഗ്ലീഷിൽ ഒരു 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. ടൈപ്പിംഗ് അതുപോലെ കമ്പ്യൂട്ടറിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇനി ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് എനി വൺ സബ്ജക്റ്റാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ എല്ലാം വേണ്ട. ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മതി. ബോട്ടണി അതല്ലെങ്കിൽ സുവോളജി അല്ലെങ്കിൽ ജിയോളജി ഈ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണ്ടത്. ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. വിത്ത് മിനിമം 3 ഇയർ എക്സ്പീരിയൻസും കൂടെ വേണം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലബോറട്ടറി ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വർക്ക് ചെയ്യിപ്പിനുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇനി അടുത്തത് നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇൻസ്പെക്ടറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് സൂപ്പർവൈസറൊക്കെ ആയിട്ടുള്ള. അടുത്ത് വരുന്നത് സെമി പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഞാൻ ഇതൊക്കെ 32 തന്നെ കേട്ടോ വരുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്ക്, ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠിച്ചവർക്ക് എന്ത് ചെയ്യാം,
ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അതായത് ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ നിങ്ങൾ PG ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിഗ്രി ഗ്രാജുവേഷൻ ആണെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് BA ഓർ BTech ആണ് ഇവിടെ പറയുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ഗ്രാജുവേഷനാണ് വിത്ത് 1 ഇയർ എക്സ്പീരിയൻസും കൂടെ വേണം കേട്ടോ. സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷനുമൊക്കെയുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസും വേണം. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ അവർക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണെങ്കിലും പരിഗണിക്കുന്നതാണ്. ഇനി ഇവിടെ പേഴ്സണൽ അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ് വേണ്ടത്. അതോടൊപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്താണ് ഉള്ള ഒരു ഇംഗ്ലീഷ് സ്റ്റെനോഗ്രഫിയിൽ നിങ്ങൾക്ക് നല്ല ഒരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റെനോഗ്രഫിയൊക്കെ പഠിച്ചവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം സ്റ്റെനോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷിൽ സ്റ്റെനോഗ്രഫി നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവൽ ഉണ്ടായിരിക്കണം. 35 വേർഡ് പെർ. ദെൻ അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ബേസിക്കായുള്ള MS ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. 2 ഇയർ എക്സ്പീരിയൻസും വേണം സ്റ്റെനോഗ്രാഫറായിട്ട്. ഇനി അസിസ്റ്റൻ്റ് ആണ്, ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ. UDC ഒക്കെ ആയിട്ട് അറ്റ്ലീസ്റ്റ് അതിന് തുല്യമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി സെക്യൂരിറ്റി ഓഫീസറാണ്, ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, പ്ലസ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത് സെക്യൂരിറ്റിക്ക് ആയിട്ടുള്ള. അതോടൊപ്പം തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസിങ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, അറ്റ്ലീസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ 3 ഇയർ എക്സ്പീരിയൻസ് പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് നിങ്ങൾ സ്റ്റെനോഗ്രാഫർ ആയിട്ടോ അതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ അടുത്തത് സെക്ഷൻ ഓഫീസറാണ്, ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് ആണ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. ആ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇനി എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റാണെങ്കിൽ എക്സ്പീരിയൻസ്, കാറ്റഗറി SC ST OBC ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ അഡ്രസ്സ്, ഇതാണ് അഡ്രസ്സ്, നിങ്ങളുടെ കണക്ട് രജിസ്ട്രാർ നിങ്ങൾക്ക് ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയ എന്ന് പറഞ്ഞിട്ടും കൂടെ കാണാം, മധ്യപ്രദേശ്. ഇതാണ് ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ പോസ്റ്റൽ കവറാണ് സങ്കല്പിക്കുക. ഓക്കെ, ഒരു A4 സൈസിലുള്ള പോസ്റ്റൽ കവർ വാങ്ങുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നിങ്ങൾ ഇങ്ങനെ എഴുതണം, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, നിങ്ങൾ എന്താണ് UDC ആണെങ്കിൽ UDC, കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറി OBC SC ST ജനറൽ ഏതാച്ചാൽ അത് കൊടുക്കാം. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഏറ്റവും മുകളിലുണ്ട്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇതാണ് കേട്ടോ, ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്പറും അതിൽ എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, നമ്മളത് പ്രിൻ്റ് എടുത്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ, അതായത് എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ എഴുതി പിടിപ്പിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾ എഴുതണ്ട. ഓക്കെ, നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ അയക്കാവുന്നതാണ്. നിങ്ങൾ എഴുതേണ്ടത് ഈ വാചകമാണ്, അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതുക. ഏത് പോസ്റ്റാണ്, LDC ആണ് LDC എഴുതുക, കാറ്റഗറി ജനറൽ OBC ഏത് കാറ്റഗറിയിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് അത് എഴുതാം. അഡ്വർടൈസ് നമ്പർ ഞാൻ കാണിച്ച അഡ്വർടൈസ് നമ്പർ എഴുതാം. നിങ്ങളുടെ ഈ 2 അഡ്രസ്സും എഴുതാം. ഓക്കെ, ഫ്രം അഡ്രസ്സ് നിങ്ങളതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത് എൻവലപ്പിൽ. ഓക്കെ, ഈ എൻവലപ്പിൻ്റെ മുകളിൽ എഴുതേണ്ടതാണ്, ഇത് നിർബന്ധമാണ് എഴുതേണ്ടത്. ഇനി നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മളത് ഒട്ടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ 2 രീതിയിലും നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് അയക്കാം പോസ്റ്റലായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യണം. ഓൺലൈനായിട്ട് ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെച്ചിട്ടാണ് നമ്മൾ അയക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 1000 രൂപയാണ് ജനറൽ OBC അതുപോലെ EWS കാൻഡിഡേറ്റ്സിന് വരുന്നത് ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ. ഇനി SC ST PWD എക്സ് സർവീസ്മാന്, പിന്നെ എല്ലാ കാറ്റഗറിയിലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സും അവർക്ക് 500 രൂപ മതി. അപ്പോൾ നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 500 മതി. ഫീമെയിൽ കാറ്റഗറിയിൽ ഇനി ജനറൽ ആണെങ്കിലും OBC ആണെങ്കിലും SC ST ആണെങ്കിലും ഏതാണ്, ജസ്റ്റ് നിങ്ങൾ ഫീമെയിൽ ആണോ നിങ്ങൾക്ക് 500 മതി. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ചില ആൾക്ക് മനസ്സിലാവും, ചില ആൾക്ക് SC ST ഉള്ള ഫീമെയിൽ ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെയല്ല, ജസ്റ്റ് നിങ്ങൾ ഫീമെയിൽ ആണോ, ജസ്റ്റ് വിമൻ ആണോ, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 500 rupees നിങ്ങൾ ഫീ അടച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, ഈ പറയുന്ന 1000 അടിക്കണം കേട്ടോ. SC ST PWD എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് 500 ഫീ അടിക്കേണ്ടത്. ഫീ ഒക്കെ ഓൺലൈനായിട്ടാണ് അടിക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി ഇതിലേക്ക്
നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ ഇപ്പോൾ എലിജിബിൾ ആയ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അവരെന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈൻ ഫോം കാണിച്ചിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിലേക്ക് എക്സാം കാര്യങ്ങളുണ്ടാവും, അതുപോലെ സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. LDC UDCയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റും മറ്റേ സ്റ്റെനോഗ്രഫിയിലൊക്കെ അപ്ലൈ ആണെങ്കിൽ സ്റ്റെനോഗ്രഫിക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. സിലബസ് എന്തെങ്കിലും അവർ അപ്ഡേറ്റ് ചെയ്താൽ നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഇടാം, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലോ വാട്സപ്പ് ചാനലിലൊക്കെ ഇടാം, വെബ്സൈറ്റിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് അത് അവൈലബിൾ അല്ല. അപ്പോൾ എക്സാം കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ സാലറി നമുക്ക് അത്യാവശ്യം എന്താണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗ്രൂപ്പ് B പോസ്റ്റൊക്കെ ആണെങ്കിൽ എന്തായാലും നമുക്കൊരു 60-70 മുകളിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി ഒരു എല്ലാ അലവൻസും നമുക്ക് ഇതാക്കാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഗ്രൂപ്പ് C ആണെങ്കിൽ കുറച്ചും കൂടെ കുറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളിത് ഈ ഒരു പേജിലേക്കാണ് വരിക. നമ്മുടെ വെബ്സൈറ്റാണ് നിങ്ങൾ കാണാൻ DHSGC യൂണിവേഴ്സിറ്റി ഓൺലൈൻ ഷോർട്ട് ഫോമായിട്ട് കൊടുത്താണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഇപ്പോൾ ഞാൻ കാണിച്ച നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി വരും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ആക്ച്വലി ഇങ്ങനെയല്ല വരും കേട്ടോ. അതിപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതിൽ ഓൾറെഡി ലോഗിൻ ആണ്. അത് ഞാൻ ലോഗ് ഔട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് നേരെ ലോഗിനിലേക്ക് പോയത്. അപ്പോൾ നേരെ അത് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാറെന്നുള്ള ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മൾ നേരെ ഈ ഇതിലേക്കാണ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ എംബ്ലം ലോഗോ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൈനിങ് ചെയ്യാനുള്ള പേജാണ് വന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമുക്കിവിടെ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കാണാം ഏറ്റവും താഴെ. ഓക്കെ, ഈ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, നമ്മൾ കൺഫേം ചെയ്യുക, വീണ്ടും റീടൈപ്പ് ചെയ്യുക, നമ്മളൊരു പാസ്വേഡ് മാനുവലായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, സെയിം പാസ്വേഡ് റീടൈപ്പ് ചെയ്യുക, മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പറോട് അടിച്ചു കൊടുക്കുക, ക്യാപ്ച കോഡ് അടിക്കുക, എന്നിട്ട് നമ്മളിവിടെ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും. ഓക്കെ, രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യാൻ പറയും. ഒരു ഗ്രീൻ കളറിലൂടെ കാണിക്കും ലോഗിൻ പേജിലേക്ക് പോകുന്നിട്ട്. എന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, മെയിൽ ഓപ്പൺ ആക്കാം. അപ്പോൾ മെയിൽ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഡോക്ടർ ഹരിസിംഗ് ഗൗർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഡിയർ അപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രീറ്റിംഗ് മെസ്സേജും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ലിങ്ക് ഉണ്ട്, രജിസ്ട്രേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ലിങ്ക് ഉണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മൾ പോവുക ഇതിൻ്റെ ലോഗിൻ പേജിലേക്കാണ് പോവുക. കണ്ടോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ലോഗിൻ പേജ് നിങ്ങൾ അറിയാതെ ക്ലോസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് അങ്ങനെ ലോഗിൻ പേജ് വീണ്ടും എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത മെയിൽ ID പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് ക്യാപ്ച കോഡ് അടിച്ച് ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കുക. ഞാൻ ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ വീഡിയോ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നേരെ കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. സോറി, ഇത് ക്യാപ്ച കോഡ് തെറ്റി. ഓക്കെ, ഞാൻ ക്യാപ്ച കോഡൊക്കെ അടിക്കുന്ന ഒരു ടൈം നിങ്ങളൊന്ന് ഇതാക്കണം. ഓക്കെ, എന്നാൽ നമ്മളിവിടെ ലോഗിൻ കൊടുക്കുക. അങ്ങനെ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് സൂം ചെയ്യാം, കുറച്ചുകൂടെ സൂം ആവാൻ നോക്കട്ടെ. ഓക്കെ, നമ്മളിപ്പോൾ ഈ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ കാണാം പോസ്റ്റ്, സെലക്ട് പോസ്റ്റ് എന്നുള്ളത്. ഇതിലിപ്പോൾ ഏതാണ്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ LDC അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എടുക്കുകയാണ് ഇതിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഓർഗനൈസേഷൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ, ഇതാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ, ഇതന്നെയാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് വന്നത്, അതെന്നെ നമുക്കവിടെ സെലക്ട് ചെയ്യാനുള്ളത്. അതൊക്കെ ഡ്രോപ്പ് ഡൗൺ ആണ്. ഇനി ഇവിടെ നിങ്ങളുടെ കാറ്റഗറി ജനറൽ OBC SC ST ഉണ്ടോ, അപ്പോൾ ഞാൻ ജസ്റ്റ് ജനറലാണ് ഇതിൽ കൊടുക്കുന്നത്. ഇനി PWD ആണോ എന്ന് ചോദിക്കുന്നതാണെങ്കിൽ അവരുടെ ഏത് കാറ്റഗറി ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക, നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്തു അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കുക. ചെക്ക് വേക്കൻസി എന്നുള്ളത് കാണാം, നിങ്ങൾ വേക്കൻസി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് വേക്കൻസി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ജനറലിൽ 4 വേക്കൻസി നമുക്ക് ഈ പറയുന്ന MTS ഒഴിവുണ്ട് അവിടെ കാണിക്കും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിൽ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വലിയൊരു ഫോമാണ്, ഇത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടെ കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട് കേട്ടോ, വാട്സപ്പ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടെ എത്തിയില്ലേ, സോറി
ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, നാഷണാലിറ്റി, ഇതൊക്കെ നമ്മൾ മാരീഡ് ആണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഒക്കെ വരുന്നത്. അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഒക്കെ കൊടുക്കാം. അടുത്തത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ 10ാം ക്ലാസ് മറ്റു ഡീറ്റെയിൽസ്, +2 പഠിച്ചാൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസ്, PG ഉണ്ട്, അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊടുക്കുക നിങ്ങൾക്ക് കേട്ടോ. എക്സ്ട്രാ എന്തൊക്കെ ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. മറ്റെന്തെങ്കിലും IT മറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ ഉണ്ട് അടിയിലൂടെ കൊടുക്കുക, ആഡ് എന്നുള്ളത് കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റ് ആണെങ്കിൽ, എക്സ്പീരിയൻസ് വേണ്ട നിർബന്ധമുള്ള പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കോളം വരും, അത് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ബ്ലാങ്ക് ആക്കി വിട്ടാൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ. ഇനി റിസർച്ച് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കും. ഇവിടെ കുറച്ച് നിങ്ങൾക്കൂടെ കാണാം, ഡു യു ഹാവ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ്, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നോട്ട് അപ്ലിക്കബിൾ എന്നാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, എന്നെ എന്നുള്ളതാണ് വരുന്നത്. നമ്മൾ മേ ബി നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഇത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ എഡിറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം റിക്വയർഡ് ജോയിൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കേട്ടോ. നമ്മൾ ഇപ്പം ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ എത്ര ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വില്ലിംഗ് ആണ്. അപ്പോൾ ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 60 ഡേയ്സ് ഒക്കെ കൊടുക്കാം. കമ്പ്യൂട്ടർ പ്രൊഫഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ എഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് എന്താണ് സ്കിപ്പ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവില്ല, നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയിട്ട് തന്നെ കാണിക്കാൻ മതി. അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇവിടെ എഡിറ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങളോട് ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി 2 ഞാൻ വെറുതെ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യല്ല, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതല്ല നിങ്ങൾ ഈ പറയുന്ന ഇതിലേക്കൊക്കെ വരുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. വന്നിട്ടില്ലേ നിങ്ങൾ ഇവിടെ എഡിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കമ്പ്യൂട്ടർ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ ഗ്രീൻ കളർ കാണിക്കും, എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ റെഡി ആണെന്നുള്ളതിന് കൊടുക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ വിശദീകരിക്കാണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ അതൊക്കെ യെസ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ വായിച്ചിട്ട് അനുസരിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം അവിടെ പോട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഡിബാർ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് എന്തെങ്കിലും നിങ്ങൾ കോപ്പി അടിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ്. അതായത് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കളവ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. മീൻസ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാൽ പ്രാക്ടീസ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റിയിൽ എന്തെങ്കിലും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കൊടുക്കുക. അതൊക്കെ നമ്മൾ നോ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ NOC ആൻഡ് ഡിക്ലറേഷൻ, NOC നമ്മൾ ചെയ്യേണ്ട, കാരണം അത് ഈ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ അപ്ലോഡ് എന്നുള്ളിടത്ത് നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, പിന്നെ പാസ്പോർട്ട്, വോട്ടർ ID, ഇതിലേതെങ്കിലും ID കാർഡ് നമ്മൾ വെക്കണം. പിന്നെ മറ്റെന്തെങ്കിലും അഡീഷണൽ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് പ്രിവ്യൂ ആണ്, പിന്നെ സബ്മിറ്റ്. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഹോം എന്നുള്ള ബട്ടൺ കാണാം. ഈ ഹോമിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് പേജിലേക്ക് തന്നെ വരും. ആ ഫസ്റ്റ് പേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിപ്പോൾ അത് 3 പോസ്റ്റ് ഇവിടെ ഓപ്പൺ ആക്കിയതുകൊണ്ട് എനിക്ക് 3 അത് അവിടെ കണ്ടത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇനി കംപ്ലീറ്റ് ആക്കണം, ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്ക്രീനിങ് സ്റ്റാറ്റസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിക്കും. സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് നോട്ട് സബ്മിറ്റ് എന്നാണ്, നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ അവിടെ സബ്മിറ്റ് എന്ന് കാണിക്കും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ വീണ്ടും നിങ്ങൾ അടുത്ത പോസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ വേക്കൻസി നോക്കാം, നിങ്ങളിതിലേക്ക് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിതുപോലെ സെലക്ട് ചെയ്തിട്ട് ഹോം കയറിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതും ഇവിടെ ലിസ്റ്റ് ആവും ഞാനിപ്പോൾ അപ്ലൈ കൊടുത്താൽ. അപ്പോൾ ഇത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്താൽ മതി വാട്സപ്പിലേക്ക്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇപ്പോൾ 89.7K ആയിട്ട് കുറേ ആയി, നമുക്ക് 88 നിൽക്കുമായിരുന്നു. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് പോവാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു 1 ലാക്ക് നമുക്ക് എന്താണ് കിട്ടും. ആ 1 ലാക്കൊക്കെ ആയാലും നമുക്കതൊരു ചാനലിൻ്റെ എന്താണ് ഒരു വലിയ കിട്ടുന്നൊരു അംഗീകാരം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.